ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല ചൂടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്നും തരികഞ്ഞി ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴം വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു നേന്ത്രപ്പഴം മതി, ഒരുപാട് വലുതൊക്കെ ആണെങ്കിൽ പകുതിയൊക്കെ മതിയാവും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തരിക്കഞ്ഞിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് അധികം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. മുന്തിരി വേണമെങ്കിൽ മുന്തിരി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നന്നായിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് ബാക്കി ചെയ്തെടുക്കാം. ഇനി നെയ്യൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിരിക്കും, അതിൽ കൂടുതൽ വേണ്ട. കാരണം ഇത് കുറച്ച് ലൂസായിട്ട് കുടിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് റവയൊന്ന് വേവിച്ചെടുക്കണം. നല്ല പോലെ വേവിച്ചെടുക്കുക. അപ്പോൾ റവ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ ഏകദേശം ഒന്ന് വെന്ത സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സാധാ വലിപ്പമുള്ള ഒരു ക്യാരറ്റ് എടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അതിനുശേഷം മാത്രം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാൻ അവിടെ 1/2 കപ്പ് ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പം മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. അപ്പോൾ റവ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ വെള്ളത്തിന് 1/2 ലിറ്റർ പാൽ എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറേ നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുടിക്കാൻ പറ്റുന്ന പരുവമായിട്ടുണ്ടാവും. ഒരുപാട് തിക്കായിട്ടല്ല ഉണ്ടാവുക, കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ കുറച്ചിങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവുക, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തവി വെച്ച് ഇളക്കി കൊടുത്താൽ മതി. അതെല്ലാം കൂടെ വിട്ട് വന്നോളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് നേരം വെക്കേണ്ട, കാരണം ചൂടാകുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് തിക്കായി പോവും. അപ്പോൾ ഒരുപാട് നേരം നമ്മളിട്ട് ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറു ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള തരിക്കഞ്ഞിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.